ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്കും സുഖമാണ്. ഞങ്ങളൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ജൂഡ് ആൻഡ് സിറ്റ് ഹിയർ. സോ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിനകത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതാണ്, പക്ഷേ ഊണ് കഴിക്കാനാണ് വന്നത്. പക്ഷേ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബിരിയാണിയാണ് കിട്ടിയത്. പക്ഷേ ഇവിടുത്തെ ഊണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. പൊളിന്ന് വെച്ചാൽ അടിപൊളി. അവിടുത്തെ ഏറ്റവും നല്ലതെന്ന് വെച്ചോണ്ടല്ലോ സാമ്പാർ. വാവ്, എന്താ ടേസ്റ്റ് എന്നറിയാം. സാമ്പാറും 2-3 കൂട്ടം കറികളേ ഉള്ളൂ, പക്ഷേ ഉണ്ടല്ലോ പൊളിച്ച് മക്കളെ, അടിപൊളി സാമ്പാറും. പിന്നെന്താ പറയുന്നത്, ഒരു മോരുകറിയും ഒരു തോരനും പിന്നെ അച്ചാറും, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ഇവരെന്നെ പറഞ്ഞ് ആക്ച്വലി കൊതിപ്പിച്ചു. ഞങ്ങൾ ഊണ് കഴിക്കാന്നുള്ള മട്ടിൽ പോയതാണ്. ഫ്രൈഡേ ആയതുകൊണ്ട് ബിരിയാണി കിട്ടുള്ളൂ, ചിക്കൻ ബിരിയാണി. പക്ഷെ ബിരിയാണി സൂപ്പറാണ് കേട്ടോ. പൈനാപ്പിളിന്റെ ടേസ്റ്റും കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. ഞാൻ എൻജോയ് ചെയ്തു. ബിരിയാണിയുടെ ടേസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ പറയുമായിരുന്നു ജൂഡിൻ്റെ അടുത്ത് അടുത്ത പ്രാവശ്യം ചോറുണ്ണാൻ വേണ്ടി പോകണം. ഇനി റേറ്റ് ആണെങ്കിലോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ആക്ച്വലി ഇവർ മെസ് ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കണ്ടോ ഇരുന്ന് ബിരിയാണി, സാലഡ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണിക്ക് ഭയങ്കര. പക്ഷെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാല് ഈ റൈസ്, ചോറാണ്. ചോറും സാമ്പാറും ഭയങ്കര ടേസ്റ്റാണ്. ഒരു ദിവസം അവിടെ പോകാം. വറുത്തരച്ച സാമ്പാറാണോ അതോ പൊടിയിട്ട സാമ്പാറാണോ അവിടെ വെക്കുക? അത് എനിക്കിപ്പോ അങ്ങനെ അറിയില്ല. പക്ഷെ സാമ്പാർ പൊള്ളി സാമ്പാറാണ്. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. ഞാൻ എപ്പോഴും ഇങ്ങനെ നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴേ അവിടെ പോയാണ് കഴിക്കുന്നത്. നാടൻ ചോറും സാമ്പാറും കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോകുമല്ലേ. ഇത് ആക്ച്വലി എവിടെയായിരുന്നു സ്ഥലം? ഇത് നമ്മുടെ എന്താ പറയുക, ധർമ്മത്തിനും സുവൈക്കിനും ഇടയ്ക്കായിട്ട് വരും. അവിടെയാണ് ഈ ഹോട്ടല്. ഈ ഇങ്ങനെ പേരെന്തായിരുന്നു? സോജൻ. സോജൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ ഓണറുടെ പേര്. ഇപ്പം ഞങ്ങൾ പുള്ളിയെ കാണിക്കുന്നുണ്ട്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ നല്ലൊരു അല്ലേ, ഭയങ്കര പൊളൈറ്റായി ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. വന്നിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾ പറയായിരുന്നു ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ് നിങ്ങളുടെ ഫുഡിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അതേ ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും അവിടേക്ക് ചെന്നു ചായ കുടിക്കാനായിട്ട്. നല്ല അടിച്ചായ അവിടെ കിട്ടും, പ്ലസ് പഴംപൊരിയും കിട്ടി. നമ്മുടെ നാട്ടിലെ നമ്മൾ എങ്ങനെ നാട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നമ്മുടെ നാട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന അതുപോലെ ടേസ്റ്റുള്ള പഴംപൊരിയും ചായയും അടിപൊളി. അതെ, അപ്പം ഞങ്ങൾ അതും കഴിച്ചിട്ട് അന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നല്ലേ. കാരണം ഒരു ഹോംലി ഫുഡ് കഴിച്ചൊരു ഫീലിംഗ്. പിന്നെ അഗെയിൻ റിമൈൻഡ് ചെയ്യാണ്, ഇവിടെ മെസ്സും ഉണ്ട്, മെസ് ഫെസിലിറ്റി ഉണ്ട്. അപ്പം ഞങ്ങൾ അതും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഇനി ചോറുണ്ടാൻ വേണ്ടിയിട്ട് വേറെ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. തിരിച്ചൊരു 6-7 മണിയായി കാണും അല്ലേ. സോ ഗൈസ്, എല്ലാവരും പോയിട്ട് ട്രൈ ചെയ്യണം.